സംഘപരിവാർ ബന്ധമുള്ളവരെ വിവിധ തസ്തികകളിലേക്ക് നിയമിക്കുന്നതിൽ വിമർശനവുമായി സമസ്ത. സംഘപരിവാർ ബന്ധമുള്ളവരെ ഉന്നത പദവിയിൽ ഇരുത്തുന്നു എന്ന വിമർശനം ഉയരുന്നുണ്ടെന്നും UDF ഇക്കാര്യം ഗൗരവത്തിലെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും SYA സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സമദ് പൂക്കോട്ടൂർ. പ്രതികരണം നോക്കാം. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിൽ സംഘപരിവാർ ബന്ധമുള്ള ആളുകളെ ഉന്നത സ്ഥാനങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതിൽ എല്ലാവർക്കും സ്വാഭാവികമായും പ്രതിഷേധമുണ്ടാവും. ആ പ്രതിഷേധങ്ങൾ യുക്തമായ രീതിയിൽ അവതരിപ്പിക്കൽ അനിവാര്യമായ കാര്യമാണ്. അതാണ് പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നതും ഘടകകക്ഷികളിൽ നിന്ന് തന്നെ ചില അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെട്ട് നമ്മൾ കാണുന്നതും. അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ UDF ചർച്ച ചെയ്യും എന്ന് നേതാക്കൾ പറഞ്ഞതുകൊണ്ട് UDF ചേരാത്തൊരു സാഹചര്യത്തിൽ അത് ചേർന്നതിന് ശേഷം ഉണ്ടാകുന്ന തീരുമാനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് തീർച്ചയായും നമ്മുടെ കടമയാണ്. അതാണ് ഇപ്പോൾ UDF ചേർന്നുകൊണ്ട് അവർ ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മേഘ കൂടി ചേരുകയാണ് വിശദാംശങ്ങളുമായി. മേഘ, കുപ്പ് ലീഡർ നിയമനം ഉൾപ്പെടെ വളരെ വലിയ തരത്തിൽ വിവാദങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു വിമർശനവുമായി സമസ്ത തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. UDF സംഘപരിവാർ ബന്ധമുള്ളവരെ വിവിധ തസ്തികകളിലേക്ക് നിയമിക്കുന്നതിൽ യോഗം കൂടി കൃത്യമായൊരു നിലപാടെടുക്കണമെന്നാണ് സമസ്തയുടെ ആവശ്യം, അല്ലേ? സിന്ധൂരി, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘപരിവാർ നേതാക്കൾ VD സതീശനെ നേരിട്ട് കണ്ട സംഭവം, അനുകൂല നിലപാട്, പല ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ അനുകൂലമായാണ് മുഖ്യമന്ത്രി പെരുമാറിയത് എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയുള്ള പരാമർശം, അതിനൊപ്പം തന്നെ ഈ സർക്കാർ ലീഡർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ ബന്ധമുള്ള അവരെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാട്, ഇതെല്ലാം വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. അതിനിടെയാണ് പരസ്യ വിമർശനവുമായി ഇപ്പോൾ സമസ്ത രംഗത്തെത്തിയിരിക്കുന്നത്. കൃത്യമായി തന്നെ അതൃപ്തി പരസ്യമാക്കുകയാണ് സമസ്ത നേതാക്കൾ. SYA സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സമദ് പൂക്കോട്ടൂറാണ് ഇന്ന് മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞത്. അതായത് സംഘപരിവാർ ബന്ധമുള്ള ആളുകളെ ഉന്നത പദവിയിൽ ഇരുത്തുന്നു എന്ന വിമർശനം പല കോണുകളിൽ നിന്നായി ഉയരുന്നു. ഇക്കാര്യം UDF ചർച്ച ചെയ്യും എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അത് എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ്, അത് ഗൗരവത്തിൽ UDF എടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. തീരുമാനം, അതായത് UDF ചർച്ചയിൽ എന്ത് തീരുമാനം വരും എന്നതനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കും. പക്ഷേ വർഗീയതയ്ക്കെതിരെ സന്ധി ചേരില്ല എന്നൊരു നിലപാട് മുഖ്യമന്ത്രി മുൻപ് എടുത്തിരുന്നു. ആ നിലപാടിൽ നിന്ന് വ്യതിയാനം ഉണ്ടായോ എന്ന് പരിശോധിക്കണം എന്ന ശക്തമായ വിമർശനം കൂടി ഉന്നയിക്കുന്നു. ലീഗും ഇക്കാര്യം UDFിൽ ഉന്നയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നതാണ് SYS നേതാവ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥയിൽ എക്കാലവും UDFിന് അനുകൂലമായി അല്ലെങ്കിൽ ലീഗിനോട് ഒപ്പം ചേർന്ന് നിലപാടെടുത്ത വ്യക്തി കൂടിയാണ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ. അത്തരത്തിൽ കൂടി അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ പ്രസക്തമാണ്. ഏതായാലും ഗൗരവത്തിൽ എടുക്കണം. നേരത്തെ ഉണ്ടായിരുന്ന നിലപാടിൽ നിന്ന് UDF സർക്കാർ പിന്നോട്ട് പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതിനുശേഷം ഇക്കാര്യം UDF ചർച്ച ചെയ്താൽ അതിനുശേഷം കൂടുതൽ പ്രതികരണം നടത്തും എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശരി മേഘ.